ഇത് റാസൽ ഖൈമയിലെ നാഷണൽ മ്യൂസിയം. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് പോയി നോക്കാം. മ്യൂസിയത്തിന്റെ അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് വെൽക്കം ഡ്രിങ്കായി നമുക്ക് കിട്ടുന്നത് അറബിക് ഗാവയും പിന്നെ ബ്ലാക്ക് ടീയുമാണ്. നല്ല ചൂടോടുകൂടിയുള്ള ബ്ലാക്ക് ടീ കഴിച്ചാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചത്. പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇവിടെ 5 ദിർഹംസാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഏത് നാഷണാലിറ്റി എന്നുള്ള ഐഡന്റിറ്റി കൂടി കൊടുക്കേണ്ടതുണ്ട്. ശേഷം നമുക്ക് അകത്തോട്ട് കയറിയാൽ ആദ്യം തന്നെ മജ്ലിസാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താമസം ഉണ്ടായിരുന്നു എന്ന അടയാളങ്ങളാണ് ഇവിടെ അകത്തൊക്കെ കാണാൻ സാധിക്കുന്നത്. അകംവശം ഓരോ ബ്ലോക്കുകളായാണ് തിരിച്ചിരിക്കുന്നത്. ഏകദേശം 1960കളിൽ മുൻ ഭരണാധികാരികളുടെ ഒരു താമസ സ്ഥലം കൂടിയാണ്. മ്യൂസിയത്തിന്റെ അകത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇരുമ്പ് യുഗം, സഡാനിയൻ കാലഘട്ടം, ഇസ്ലാമിക കാലഘട്ടം തുടങ്ങിയ കാലഘട്ടത്തിലെ മൺപാത്രങ്ങളും പുരാവസ്തു ചിത്രീകരണം എന്നിവയൊക്കെയുള്ള പലതരം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാം. അന്നത്തെ കാലത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളും വലകളും ഒക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ താമസിച്ചിരുന്ന കുടുംബം ആധുനിക വസതിയിലേക്ക് മാറിയതിനു ശേഷം ഇവിടുത്തെ കോട്ട ഒരു പോലീസ് ആസ്ഥാനമായും ജയിലുമായും മാറിയിരുന്നു. 1987 ഇത് റാസൽ ഖൈമയിലെ നാഷണൽ മ്യൂസിയമായി മാറി. ഈ കാണുന്ന വിശാലമായ നടുമുറ്റത്തിന്റെ തൊട്ട് 4 ഭാഗത്തായാണ് നമുക്കിവിടെ ഒരു വാച്ച് ടവർ ഉൾപ്പെടെ ഒട്ടനവധി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈന്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ റൂഫുകളും പഴയകാല വിൻഡോകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. അന്നത്തെ കാലഘട്ടത്തുള്ള വാസ്തുവിദ്യാ ശൈലിയും ഇരിക്കാനുള്ള ചെയറുകളും ഒക്കെ ഇവിടെ കാണാം. മുകളിൽ കയറുന്ന ഗോവണിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ ഇവിടുത്തെ വീട്ടുകാര് ഒത്തിരുന്ന് കോഫിയൊക്കെ കുടിക്കുന്ന സ്ഥലമാണെന്നാ തോന്നുന്നു. അന്നത്തെ കാലത്ത് മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും കയറുകളും അതുപോലത്തെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, വലിയ മൺപാത്രങ്ങളും ചെറിയ മൺപാത്രങ്ങളും അതുപോലത്തെ വ്യത്യസ്തങ്ങളായ പഴയ മൺപാത്രങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതും. അന്നത്തെ കാലത്ത് ഉപയോഗിച്ച സ്റ്റോണുകളും വെള്ളി ആഭരണങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ മ്യൂസിയത്തിന്റെ അകത്ത്. പുരാതന എമിറേറ്റ്സ് ജീവിത രീതിയെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നമുക്കിവിടെ തരും എന്നുള്ളതാണ്. ഇവിടുത്തെ പഴയകാല ഗ്രാമീണ ജീവിതത്തെ ഓർമ്മിക്കാൻ ചായം പൂശിയ പാത്രങ്ങൾ മുതൽ കാൽച്ചുട്ടികൾ, മദ്ബസകൾ വരെ നിരവധി പുരാതന വസ്തുക്കളും മ്യൂസിയത്തിലുണ്ട്. റാസൽ ഖൈമയിലെ ഖവാസിനി കുടുംബവും താമസക്കാരും മ്യൂസിയത്തിലെ നിരവധി പുരാവസ്തുക്കളാണ് സംഭാവന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ എല്ലാ വീടുകളും പരമ്പരാഗതമായ പവിഴക്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലുള്ള പ്രത്യേകത എന്തെന്നാൽ വേനൽക്കാലത്ത് കെട്ടിടങ്ങളെ തണുപ്പിക്കുകയും ശൈത്യകാലത്ത് ചൂടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കെട്ടിടത്തിന്റെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗമായ ചതുരാകൃതിയിലുള്ള കൂറ്റൻ ഗോപുരമാണ് കോട്ടയിലുള്ളത്. 1800കൾ മുതൽ അതിന്റെ അടിത്തറയും താഴത്തെ ഭാഗങ്ങളും ഇപ്പോഴും കേടുകൂടാതെ ഇവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേസമയം 1819 ബ്രിട്ടീഷ് ആക്രമണത്തിനു ശേഷം മുകൾ ഭാഗങ്ങൾ പുനർനിർമ്മിച്ചിരുന്നു. മ്യൂസിയത്തിന്റെ അകത്ത് നമുക്ക് പ്രവേശിച്ചാൽ ഇവിടെയും പരമ്പരാഗതമായ ലൈറ്റുകളും പഴയകാലത്ത് ഉപയോഗിച്ച കോണിപ്പടികളും മറ്റുമാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ തടി കൊണ്ടുള്ള മനോഹരമായ കോണിപ്പടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ മനോഹരമായ അതിശയകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കാണുന്നതാണ് നമുക്ക് ഇവിടുത്തെ വാച്ച് ടവർ എന്ന് പറയുന്ന ഒരു ടവറാണ് ഇവിടെ ഉള്ളത്. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കി ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. 1819 ബ്രിട്ടീഷ് ആക്രമണത്തിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം രണ്ടാമത് പുനർനിർമ്മിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.